Welcome to Learnino. നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോണത് ട്രേഡ്സ്മാൻ ഇലക്ട്രോണിക്സിലെ RLC സർക്യൂട്ട്സ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ്. ഒരു 25 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഇന്ന് നോക്കാനായിട്ട് പോകുന്നത്. ട്രേഡ്സ്മാൻ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്ന ഒരു ടോപ്പിക്കാണ്. ട്രേഡ്സ്മാൻ മാത്രമല്ല, അതല്ലാതെയുള്ള പരീക്ഷകൾക്കും ഇതിൽ നിന്നുള്ള ചോദ്യങ്ങൾ നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ, നമ്മുടെ ടെക്നിക്കൽ എക്സാമിന്. അപ്പോൾ നമുക്ക് നോക്കാം ക്വസ്റ്റ്യൻസ് എങ്ങനെയൊക്കെയാണ്. First question. In a series RLC circuit, the phase difference between the current in the capacitor and the current in the resistor is. ഒരു സീരീസ് RLC സർക്യൂട്ട്, റെസിസ്റ്റൻസും ഇൻഡക്ടറും കപ്പാസിറ്ററും കൂടെ സീരീസ് ആക്കി വെച്ചിട്ടുള്ള ഒരു സർക്യൂട്ട്. അങ്ങനെയുള്ള സർക്യൂട്ടില് കറണ്ട്, കപ്പാസിറ്ററിൽ കൂടിയുള്ള കറണ്ടും അതുപോലെ തന്നെ റെസിസ്റ്ററിൽ കൂടിയുള്ള കറണ്ടും തമ്മിലുള്ള ഫേസ് ഡിഫറൻസ് എങ്ങനെയാണ്? അത് 0 ഡിഗ്രി ആണോ, 90 ഡിഗ്രി ആണോ, 180 ഡിഗ്രി ആണോ, 360 ഡിഗ്രി ആണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മൾ സീരീസ് RLC സർക്യൂട്ട് എന്ന് പറയുന്ന സമയത്ത് അവിടെ എന്തായിരിക്കും? കറണ്ട് കപ്പാസിറ്ററിൽ കൂടെ പോകുന്നതും അതുപോലെ തന്നെ സീരീസിൽ കൂടെ പോകുന്ന കറണ്ടും എന്തായിരിക്കും? സെയിം ആയിരിക്കും. ഒരു സീരീസ് ആയിട്ടുള്ള ഒരു നമ്മളിപ്പോൾ ഇങ്ങനെ ഒരു സർക്യൂട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്ന സമയത്ത് ഈ കറണ്ട് ഇവിടെ സ്പ്ലിറ്റ് ആവുന്നില്ല അല്ലെ, ഇതിൽ കൂടെ ഒരു കറണ്ട് ആയി പോവുകയാണെന്നുണ്ടെങ്കിൽ ഈ സെയിം കറണ്ട് തന്നെയാണ് ഈ മൂന്നെണ്ണത്തിൽ കൂടിയും കടന്നു പോകുന്നത്. അപ്പൊ അതിൽ കൂടെ പോകുന്ന കറണ്ട് ആയാലും അതിൽ കൂടെ പോലുള്ള റെസിസ്റ്റേഴ്സ് ആയാലും കറണ്ട് അവിടെ എന്തായിരിക്കും? സെയിം ആയിരിക്കും. അപ്പോൾ ഫേസ് ഡിഫറൻസ് അവിടെ ഉണ്ടാവാനുള്ള പോസിബിലിറ്റി ഇല്ല. അപ്പൊ 0 ഡിഗ്രി ആണ് അവിടെ എന്ത് വരിക? കറണ്ട് ഇൻ കപ്പാസിറ്ററും കറണ്ട് ഇൻ റെസിസ്റ്ററും തമ്മിലുള്ള ഫേസ് ഡിഫറൻസ് വരിക. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. സെക്കൻഡ് ക്വസ്റ്റ്യൻ. ഇൻ എ സീരീസ് RLC സർക്യൂട്ട്, ഫേസ് ഡിഫറൻസ് ബിറ്റ്വീൻ ദ കറണ്ട് in the inductor and the current in the resistor. അപ്പോൾ നമ്മൾ പറഞ്ഞ മൂന്നെണ്ണത്തിൽ രണ്ടെണ്ണം പറഞ്ഞു, ഇനി ബാക്കി രണ്ടെണ്ണം പറയണേ. അതായത് നമ്മളിപ്പോൾ കപ്പാസിറ്ററും റെസിസ്റ്ററും പറഞ്ഞു, ഇനി ഇൻഡക്ടറും റെസിസ്റ്ററും കൂടിയുള്ള കറണ്ടിന്റെ കാര്യം ചോദിക്കണം. സീരീസ് എന്ന് പറയുമ്പോൾ ഈ മൂന്നെണ്ണത്തിൽ കൂടിയും പോകുന്ന കറണ്ട് സെയിം ആണെന്ന് നമ്മൾ പറഞ്ഞല്ലോ. അപ്പൊ അങ്ങനെ ആവുന്ന സമയത്ത് അതിനിടയിലുള്ള ഫേസ് ഡിഫറൻസും എന്തായിരിക്കും? അത് 0 ഡിഗ്രി തന്നെയായിരിക്കും. ഒരു സീരീസ് RLC സർക്യൂട്ടില് ഫേസ് ഡിഫറൻസ് ബിറ്റ്വീൻ കറണ്ട് ഇൻ ആൻ ഇൻഡക്ടർ ആൻഡ് കറണ്ട് ഇൻ ദ റെസിസ്റ്റർ എന്ന് പറയുന്നത് എന്തായിരിക്കും? 0 ആയിരിക്കും. കാരണം ഇവിടെ സെയിം കറണ്ട് ആണ് ഇൻഡക്ടറിൽ കൂടിയും അതുപോലെ റെസിസ്റ്ററിൽ കൂടിയും കടന്നു പോകുന്നത്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. Third question. Dash the resonant frequency. The current in the capacitor leads the voltage in a series RLC circuit. നിങ്ങൾ സീരീസ് RLC സർക്യൂട്ടില് റെസണന്റ് ഫ്രീക്വൻസി ഒക്കെ വെച്ചിട്ടുള്ള ഒരു ഗ്രാഫ് പഠിച്ചിട്ടുണ്ടാവും അല്ലേ? ഇങ്ങനൊരു ഫിഗർ നമ്മളിങ്ങനെ വരച്ചിട്ട് അങ്ങനെ താഴേക്കായിരിക്കും സീരീസ് റെസണൻസിൽ വരിക. ഇവിടെ ഈ ഒരു പോയിന്റ് എന്ന് പറയുന്നത് എന്താണ്? അത് Z=R എന്നുള്ളൊരു പോയിന്റ് ആണ്. ഈ പെർട്ടിക്കുലർ പോയിന്റ് ഇതാണ് നമ്മുടെ എന്തെന്ന് പറയാ? സീരീസ് റെസണന്റ് ഫ്രീക്വൻസി FR എന്ന് പറഞ്ഞാൽ നമ്മൾ പറയുന്നത് ഈ ഒരു പോയിന്റ് ആണ് അല്ലെ? അപ്പൊ ഇതില് ഈ ഒരു കണ്ടീഷൻ, ഈ ഒരു സെന്ററിന് റൈറ്റ് സൈഡ് എങ്ങനെയായിരിക്കും? XL അല്ലെ? XL എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ XC ആയിരിക്കും. അതായത് ഇവിടെ ഇൻഡക്റ്റീവ് റിയാക്ടൻസ് കൂടുതലാണ്. ഇൻഡക്റ്റീവ് റിയാക്ടൻസ് ഗ്രേറ്റർ ദാൻ കപ്പാസിറ്റീവ് റിയാക്ടൻസ്. ഇവിടെ ലെഫ്റ്റ് സൈഡ് എടുക്കുന്ന സമയത്ത് കപ്പാസിറ്റീവ് റിയാക്ടൻസ് എന്ന് പറയുന്നതാണ് അവിടെ കൂടുതൽ, ഗ്രേറ്റർ ദാൻ XL. ഇങ്ങനെയാണ് കണ്ടീഷൻ വരുന്നത്. അപ്പോൾ ഈ റെസണന്റ് ഫ്രീക്വൻസിന്റെ എബോവ് വരുന്ന സമയത്ത് അതെന്തായിരിക്കും? പോർഷൻ ഇവിടെ ഇത് കൂടുതലായതുകൊണ്ട്, ഇൻഡക്റ്റീവ് റിയാക്ടൻസ് കൂടുതലായതുകൊണ്ട് ഈ പോർഷൻ ഇൻഡക്റ്റീവ് ആയിരിക്കും. ലെഫ്റ്റ് സൈഡ് കപ്പാസിറ്റീവ് റിയാക്ടൻസ് കൂടുതലായതുകൊണ്ട് അവിടെ എന്തായിരിക്കും? അത് കപ്പാസിറ്റീവ് ആയിരിക്കും. അപ്പോൾ നമ്മുടെ ചോദ്യത്തിലേക്ക് വന്നാലോ, റെസണന്റ് ഫ്രീക്വൻസിന്റെ എബോവ് ആണോ ബിലോ ആണോ ഈക്വൽ ടു ആണോ ഡിപ്പെൻഡ് ഓൺ ദ സർക്യൂട്ട് ആണോ? ദ കറണ്ട് ഇൻ ദ കപ്പാസിറ്റർ ലീഡ്സ് ദ വോൾട്ടേജ്. കപ്പാസിറ്ററിൽ കൂടെയുള്ള കറണ്ട് എന്ന് പറയുന്നത് വോൾട്ടേജിനെ ലീഡ് ചെയ്യും സീരീസ് RLC സർക്യൂട്ടിൽ. അപ്പോൾ കപ്പാസിറ്ററിൽ കൂടെയുള്ള കറണ്ട് വോൾട്ടേജിനെ ലീഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് ഏത് കണ്ടീഷനിലാണ് വരിക? ഈ കപ്പാസിറ്റീവ് എന്നുള്ള കണ്ടീഷനിലാണ് വരിക. അതായത് ബിലോ ദ റെസണന്റ് ഫ്രീക്വൻസി ആണ്. ഓക്കെ, ബിലോ ദ റെസണന്റ് ഫ്രീക്വൻസി ആണ് ആൻസർ വരിക. അതായത് XL അവിടെ എന്തായിരിക്കും? ലെസ് ദാൻ XC ആയിരിക്കും. ആൻഡ് അതിൽ XL എന്ന് പറയുന്നത് which is equal to L omega ആണ്, which is less than 1/C omega ആണ്. ഇതിൽ നമ്മൾക്ക് ഒമേഗയുടെ വാല്യൂ എന്ന് പറയുന്നത് 1/√LC എന്ന് കിട്ടും. ഒമേഗ ലെസ് ദാൻ ഒമേഗ നോട്ട് ആയിട്ട് വരും. അതായത് റെസണന്റ് ഫ്രീക്വൻസിനേക്കാളും ലെസ് ആയിട്ട് വരുന്ന കണ്ടീഷനാണ്. അപ്പോൾ ഈ സമയത്ത് എന്ത് സംഭവിക്കും? കപ്പാസിറ്ററിൽ കൂടിയുള്ള കറണ്ട് എന്ന് പറയുന്നത് വോൾട്ടേജിനെ ലീഡ് ചെയ്യും ബിലോ ദ റെസണന്റ് ഫ്രീക്വൻസി. അടുത്ത ക്വസ്റ്റ്യൻ. ഡാഷ് ദ റെസണന്റ് ഫ്രീക്വൻസി. ദ കറണ്ട് ഇൻ ദ ഇൻഡക്ടർ ലാഗ്സ് ദ വോൾട്ടേജ്. ഇൻഡക്ടറിൽ കൂടിയുള്ള കറണ്ട് വോൾട്ടേജിനെ ലാഗ് ചെയ്യാണ് സീരീസ് RLC സർക്യൂട്ടിൽ. അത് എബോവ് ആണോ ബിലോ ആണോ ഈക്വൽ ടു ആണോ ഡിപ്പെൻസ് ഓൺ ദ സർക്യൂട്ട് ആണോ എന്നാണ് നമ്മൾ നോക്കേണ്ടത്. എന്തായാലും അതിന്റെ ഓപ്പോസിറ്റ് ആണ്. അവിടെ കറണ്ട് ആണെങ്കിൽ ഇവിടെ നമ്മൾ വോൾട്ടേജ് ആണ് പറയണത്. അത് ലാഗ് ചെയ്യണം എന്നുള്ളത് കണ്ടു കഴിഞ്ഞാൽ എന്തായാലും അത് ഓപ്പോസിറ്റ് കണ്ടീഷൻ ആണ്. നമുക്ക് നോക്കാം എന്താ വരിക എന്നുള്ളത്.
The current in the inductor lags the voltage in the series RLC circuit. എപ്പോഴാണ്? if XL എന്ന് പറയുന്നത് greater than XC ആവുന്ന സമയത്താണ്. അതായത് XL എന്ന് പറയുന്നത് L omega greater than 1 by C omega ആവുമ്പോഴാണ്. അതായത് ഒമേഗ എന്ന് പറയുന്നത് greater than 1 by root LC അഥവാ ഒമേഗ greater than omega naught ആവുന്ന കണ്ടീഷനിലാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ current in the inductor എന്ത് ചെയ്യും? വോൾട്ടേജിനെ ലാഗ് ചെയ്യും above the resonant frequency-യിൽ. അപ്പോൾ കാണാതെ പഠിക്കുക, above the resonant frequency-യിൽ current in the inductor എന്ത് ചെയ്യണം? വോൾട്ടേജിനെ ലാഗ് ചെയ്യാണ് സീരീസ് RLC സർക്യൂട്ടിൽ. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, ഇൻഡക്ടർ ഡസ് നോട്ട് അലോ സഡൻ ചേഞ്ച്. എക്സാമിന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഇൻഡക്ടർ എന്ന് പറയുന്നത് സഡൻ ചേഞ്ചിന് എന്താണ് ഇൻഡക്ടർ അലോ ചെയ്യാത്തത്? വോൾട്ടേജ്, സഡൻ ചേഞ്ച് ഇൻ വോൾട്ടേജ് ആണോ, സഡൻ ചേഞ്ച് ഇൻ കറണ്ട് ആണോ, സഡൻ ചേഞ്ച് ഇൻ റെസിസ്റ്റൻസ് ആണോ? അത് സഡൻ ചേഞ്ച് ഇൻ കറണ്ട് ആണ് ഇൻഡക്ടർ അലോ ചെയ്യാത്തത്. അപ്പോൾ ഇത് ഇൻഡക്ടർ ഡസ് നോട്ട് അലോ സഡൻ ചേഞ്ച് ഇൻ കറണ്ട്. കാരണം ഇഫ് current changes in the inductor occur in 0 time, the voltage becomes 0, which is not possible. അതായത് 0 ടൈമിൽ നമ്മുടെ ഇൻഡക്ടറിൽ കറണ്ട് ചേഞ്ചസ് ഉണ്ടായി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? വോൾട്ടേജ് എന്ന് പറയുന്നത് പെട്ടെന്ന് 0 ആവും. അതൊന്നും ഒരിക്കലും പോസിബിൾ അല്ല. അപ്പോൾ സഡൻ ചേഞ്ച് ഇൻ കറണ്ടിനെ നമ്മുടെ ഇൻഡക്ടർ ഒരിക്കലും അലോ ചെയ്യില്ല. Sixth question, what is the current in an inductive circuit when the applied voltage is maximum? കൊടുക്കുന്ന വോൾട്ടേജ് മാക്സിമം ആവുന്ന സമയത്ത് ഇൻഡക്റ്റീവ് സർക്യൂട്ടിലുള്ള കറണ്ട് എങ്ങനെയാണെന്നാണ് ചോദിക്കുന്നത്. ഇൻഫിനിറ്റി ആവോ, മാക്സിമം ആവോ, 0 ആവോ എന്നാണ് ചോദിക്കുന്നത്. അത് 0 ആവാണ് ചെയ്യുക. ദ കറണ്ട് ഇൻ ഇൻഡക്റ്റീവ് സർക്യൂട്ട് എന്ന് പറയുന്നത് 0 അല്ലെങ്കിൽ മിനിമം ആവും. എപ്പോൾ നമ്മൾ കൊടുക്കുന്ന അപ്ലൈഡ് വോൾട്ടേജ് മാക്സിമം ആവുന്ന സമയത്ത് കറണ്ട് എന്തായിരിക്കും? അവിടെ മിനിമം ആവും, അല്ലെങ്കിൽ അത് 0 ആയിരിക്കും. Seventh question, in an inductive circuit the voltage dash the current. ഒരു ഇൻഡക്റ്റീവ് സർക്യൂട്ടിൽ വോൾട്ടേജ് എന്താ ചെയ്യുക? കറണ്ടിനെ ലീഡ് ചെയ്യുന്നതാണോ, ലാഗ് ചെയ്യുന്നതാണോ, വിച്ച് ഈസ് ഗ്രേറ്റർ ദാൻ എന്നാണോ, വിച്ച് ഈസ് ലെസ് ദാൻ എന്നാണോ? നമ്മൾ ഇൻഡക്ടറിന്റെ കേസ് എടുക്കുന്ന സമയത്ത് IL എന്ന് ആലോചിക്കാം. അപ്പോൾ ഇൻഡക്ടറിൽ കറണ്ട് അവിടെ എന്ത് ചെയ്യണം? ലാഗ് ചെയ്യണം ചെയ്യുക. ഇത് ഇൻഡക്ടർ ആണ് L, I എന്ന് പറയുന്നത് കറണ്ട് ആണ്, ILV എന്ന് നോട്ട് ചെയ്യാം. അപ്പോൾ അവിടെ ഇൻഡക്ടറിന്റെ കേസിൽ കറണ്ട് എന്ത് ചെയ്യും? ലാഗ് ചെയ്യും. വോൾട്ടേജ് എന്ന് പറയുന്നത് അവിടെ ലീഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ദ വോൾട്ടേജ് ലീഡ്സ് ദ കറണ്ട് ആണ് വരിക. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. ഇതൊരു കോഡാണ്. അപ്പോൾ ഒരു പ്യുവർ ആയിട്ടുള്ള ഇൻഡക്റ്റീവ് സർക്യൂട്ടിൽ വോൾട്ടേജ് എന്ത് ചെയ്യും? ലീഡ് ചെയ്യും കറണ്ട് എന്ത് ചെയ്യും? വോൾട്ടേജിനെ ലാഗ് ചെയ്യും ബൈ എ ഫേസ് ഡിഫറൻസ് ഓഫ് 90 ഡിഗ്രി. അതും ഒരു ക്വസ്റ്റ്യൻ ആണ്. എത്ര ഡിഗ്രിയിലാണ് അത് ലീഡ് ഓർ ലാഗ് ചെയ്യുക എന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ അത് എത്രയാണ്? പ്യുവർ ആയിട്ടുള്ള സർക്യൂട്ട് ആവുന്ന സമയത്ത് അത് 90 ഡിഗ്രി ആയിരിക്കും. In an inductive circuit, current dash the voltage. ഇനി അത് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ, ILV ആണ്. അപ്പോൾ ഇവിടെ കറണ്ട് എന്ന് പറയുന്നത് വോൾട്ടേജിനെ എന്ത് ചെയ്യാണ് ചെയ്യുന്നത്? ലാഗ് ചെയ്യാണ് ചെയ്യുന്നത്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. അപ്പോൾ ഒരു പ്യുവർ ആയിട്ടുള്ള ഇൻഡക്റ്റീവ് സർക്യൂട്ടിൽ വോൾട്ടേജ് കറണ്ടിന് ലീഡ് ചെയ്യും, കറണ്ട് ലാഗ്സ് ദ വോൾട്ടേജ് ബൈ ഫേസ് ഡിഫറൻസ് ഓഫ് 90 ഡിഗ്രി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ക്വാളിറ്റി ഫാക്ടർ Q of a resonance circuit signifies. ക്വാളിറ്റി ഫാക്ടർ Q എന്ന് പറയുന്നത് റെസൊണൻസ് സർക്യൂട്ടിലെ ക്വാളിറ്റി ഫാക്ടർ എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? അവിടെ ലോസ് ഇൻ ദ അത് സിഗ്നിഫൈ ചെയ്യുന്നത് ലോസ് ഇൻ ദ റെസൊണൻസ് സർക്യൂട്ട് ആണോ, ഗെയിൻ ഇൻ ദ റെസൊണൻസ് സർക്യൂട്ട് ആണോ, മാഗ്നറ്റിക് എനർജി സ്റ്റോർഡ് ഇൻ ദ സർക്യൂട്ട് ആണോ, ഇലക്ട്രിക് എനർജി സ്റ്റോർഡ് ഇൻ ദ സർക്യൂട്ട് ആണോ? ക്വാളിറ്റി ഫാക്ടർ Q ഓഫ് എ റെസൊണൻസ് സർക്യൂട്ട് സിഗ്നിഫൈ ചെയ്യുന്നത് റെസൊണൻസ് സർക്യൂട്ടിലുള്ള ലോസ് ആണ്. ക്വാളിറ്റി ഫാക്ടർ ഓഫ് റെസൊണൻസ് സർക്യൂട്ട് എന്ന് പറയുന്നത് ഡിഫൈൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിച്ച് ഈസ് ദ റേഷ്യോ ഓഫ് ആവറേജ് എനർജി സ്റ്റോർഡ് ടു ദ എനർജി ലോസ് പെർ സെക്കൻഡ്. ഒരു സെക്കൻഡിലുള്ള എനർജി സ്റ്റോർ ചെയ്യുന്നതോ എനർജി ലോസ് ചെയ്യുന്നതിൻ്റെയോ റേഷ്യോ ആണ് ആര്? ക്വാളിറ്റി ഫാക്ടർ. അതുകൊണ്ട് തന്നെ ലോവർ ലോസ് ഇംപ്ലൈസ് എ ഹയർ ക്വാളിറ്റി ഫാക്ടർ. എത്രത്തോളം ലോസ് കുറയുന്നോ അത്രത്തോളം ക്വാളിറ്റി ഫാക്ടർ എന്തായിരിക്കും? ഹയർ ആയിരിക്കും. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ, ലോസ് ഇൻ ദ റെസൊണന്റ് സർക്യൂട്ട്. അടുത്ത ക്വസ്റ്റ്യൻ, in series connection of resistors, what happens to the current across the each resistor? ഒരു റെസിസ്റ്റർ സീരീസ് കണക്ഷനിലുള്ള റെസിസ്റ്റർ ആണ്. ഇങ്ങനെ സീരീസ് കണക്ഷനുള്ള റെസിസ്റ്റർ ആണ്. അവിടെ എന്ന് പറയുന്നത് ഓരോ റെസിസ്റ്ററിനും അക്രോസ് ഉള്ള കറണ്ട് എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും എന്നാണ് ചോദിക്കുന്നത്. അതായത് കൂടുകയാണോ കുറയാണോ, ഒരേപോലെ ഇരിക്കുമോ, ഇനീഷ്യലി കൂടിയിട്ട് പിന്നെ അങ്ങോട്ട് കുറയോ എന്നൊക്കെയാണ് നമ്മുടെ ചോദ്യങ്ങൾ വരുന്നത്. അതായത് ഒരു സീരീസ് ആയിട്ടുള്ള ഏത് സർക്യൂട്ട് ആണെന്നുണ്ടെങ്കിൽ അതിൽ കൂടെയുള്ള കറണ്ട് എപ്പോഴും എന്തായിരിക്കും? സെയിം ആയിരിക്കും. അവിടെ വോൾട്ടേജ് ആണ് സ്പ്ലിറ്റ് അപ്പ് ആവുക. അപ്പോൾ അതിൽ കൂടെയുള്ള കറണ്ട്, അതായത് ഇവിടെ R1 എന്ന് പറഞ്ഞ റെസിസ്റ്റർ ആണെങ്കിലും R2 എന്ന് പറയുന്ന റെസിസ്റ്റർ ആണെങ്കിലും പോകുന്ന കറണ്ട് എന്ന് പറയുന്നത് 5 ആംപിയർ ആണെന്നുണ്ടെങ്കിൽ അതിൽ കൂടെ R1 കൂടെ പോകുന്ന കറണ്ടും 5 ആംപിയർ ആയിരിക്കും, R2 കൂടെ പോകുന്ന കറണ്ടും 5 ആംപിയർ ആയിരിക്കും. അപ്പോൾ ആൻസർ എന്താണ്? റിമൈൻസ് ദ സെയിം.
when the series when the resistors are connected in series la resistors നമ്മൾ കണക്ട് ചെയ്യുന്ന സമയത്ത് current is passed through them, അതിൽ കൂടെയുള്ള current പോകുന്നുണ്ട്. current passing through each resistor എന്ന് പറയുന്നത് അവിടെ എന്തായിരിക്കും, സെയിം ആയിരിക്കും. കാരണം resistors are connected end to end ലാണ് നമ്മൾ resistors കണക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് ഒരൊറ്റ പാത്ത് മാത്രമേ കറണ്ടിന് ഫ്ലോ ചെയ്യാനായിട്ടുള്ളൂ. അവിടെ വേറെ ഏത് വഴിക്കും കറണ്ടിന് സ്പ്ലിറ്റ് ചെയ്യാൻ ഒരു ഓപ്ഷൻ ഇല്ല. അതുകൊണ്ട് ഇവിടെ കറണ്ട് എന്തായിരിക്കും, ഓരോ റെസിസ്റ്ററിൽ കൂടിയുള്ളതും സെയിം ആയിരിക്കും. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, the bandwidth of a series RLC circuit is 200 Hz. സീരീസ് ആർ എൽ സി സർക്യൂട്ടിന്റെ ബാൻഡ് വിഡ്ത്ത് എന്ന് പറയുന്നത് 200 ഹെർട്സ് ആണെന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ക്വാളിറ്റി ഫാക്ടർ എങ്ങനെ കണ്ടുപിടിക്കാനാണ് നമ്മുടെ ചോദ്യം. ഓക്കെ, അപ്പോൾ റിലേഷൻ ബിറ്റ്വീൻ ക്വാളിറ്റി ഫാക്ടറും ബാൻഡ് വിഡ്ത്തും കൂടിയുള്ള റിലേഷൻ എന്ന് പറയുന്നത് ബാൻഡ് വിഡ്ത്ത് ഇസ് ഈക്വൽ Q⁻⁻1. ബാൻഡ് വിഡ്ത്തും ക്വാളിറ്റി ഫാക്ടറും ഇൻവേഴ്സ്ലി ആണ്. ഇറ്റ് ഈസ് ഈക്വൽ ടു 1/Q എന്നുള്ള രീതിക്ക് എടുക്കുന്ന സമയത്ത് ബാൻഡ് വിഡ്ത്ത് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും, ഇവിടെ തന്നിരിക്കുന്ന എന്താ, ബാൻഡ് വിഡ്ത്ത് ആണ്. അപ്പോൾ Q എന്ന് പറയുന്നത് 1/, ബാൻഡ് വിഡ്ത്ത് ആണ്. 1/, ബാൻഡ് വിഡ്ത്ത് എന്ന് പറയുമ്പോൾ 1/200 ചെയ്യാം. 1/200 എന്ന് പറയുന്നതിന്റെ വാല്യൂ 0.005 ആണ്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. 12th ക്വസ്റ്റ്യൻ, ഇഫ് എ പാരലൽ RLC സർക്യൂട്ട്, നമ്മളിപ്പോൾ ആറും എല്ലും സിയും സീരീസ് ആയിട്ട് കണക്ട് ചെയ്താലേ പറഞ്ഞ, അതല്ലാതെ റെസിസ്റ്ററും ഇൻഡക്ടറും കപ്പാസിറ്ററും കൂടെ നമ്മൾ എന്ത് ചെയ്യണം, പാരലലി കണക്ട് ചെയ്യണം. ആ കണ്ടീഷനിൽ RLC സർക്യൂട്ട് എക്സൈറ്റ് ചെയ്യുന്നത് വിച്ച് ഈസ് സോഴ്സ് ഓഫ് 8 വോൾട്ട് 50 ഹെർട്സ് ഉണ്ട് നമ്മൾ എക്സൈറ്റ് ചെയ്യുന്നു. ആൻഡ് ദ സർക്യൂട്ട് ഹാസ് ആൻ ഇൻഡക്ടർ ഓഫ് 1 മില്ലി ഹെൻറി. ഈ സർക്യൂട്ടിന്റെ ഇൻഡക്ടർ വാല്യൂ 1 മില്ലി ഹെൻറി ആണ്, കപ്പാസിറ്റർ വാല്യൂ 1 മൈക്രോ ഫാരഡ് ആണ്, റെസിസ്റ്റർ വാല്യൂ 50 ഓം ആണ്. അങ്ങനെയെങ്കിൽ പവർ ലോസ് ദാറ്റ് ഒക്കേഴ്സ് ഇൻ ദ സർക്യൂട്ട് എന്താണെന്നാണ് നമ്മുടെ ചോദ്യം. ഒരു പാരലൽ ആയിട്ടുള്ള RLC സർക്യൂട്ടിലുള്ള പവർ ലോസ് എന്ന് പറയുന്നത് 0.5 × V²/R ആണ്. ഓക്കെ, അപ്പൊ തന്നിരിക്കുന്ന വാല്യൂസ് ഒക്കെ നമ്മൾ അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് ഇവിടെയുള്ള വോൾട്ടേജ് എത്രയാണ്, 8 ആണ്. 8² ആണ്. ഡിവൈഡ് ബൈ റെസിസ്റ്റൻസ് എത്രയാണ്, 50 ആണ്. ഇതിന്റെ കൂടെ ഒരു 0.5 കൂടി ഉണ്ട്. 0.5 നമുക്ക് എങ്ങനെ എഴുതാം, 1/2 എന്ന് നമുക്ക് എഴുതാനായിട്ട് പറ്റും. അതെല്ലാം കൂടെ ചെയ്യുന്ന സമയത്ത് നമ്മൾക്ക് കിട്ടും 6.4 മില്ലി വാട്ട് എന്ന. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. ഇവിടെ നമ്മൾക്ക് 8² എന്ന് പറയുന്നത് 64 എന്ന് കിട്ടും. ഡിവൈഡ് ബൈ 50 × 2 എന്ന് പറയുന്നത് 100 ആണ്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടുന്നത് 0.64 വാട്ടാണ് കിട്ടുന്നത്. നമുക്കിവിടെ ഓപ്ഷനിൽ തന്നിരിക്കുന്നത് മില്ലി വാട്ടിന്റെ റേഞ്ചിലായതുകൊണ്ട് നമ്മൾ ഇതിന് എന്ത് ചെയ്യണം, അത് മില്ലി വാട്ടിലേക്ക് മാറ്റണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, 0.64നെ നമ്മൾ എന്ത് ചെയ്യുന്നു, × 1000 ഡിവൈഡ് ബൈ 1000 ചെയ്യണം. ഡിവൈഡ് ബൈ 1000 ചെയ്താലല്ലേ 10⁻³ ആയിട്ട് പോകുള്ളൂ. ഡിവൈഡ് ബൈ 1000 10⁻³ അപ്പോൾ ഇത് ഇൻറ്റു ചെയ്യുന്ന സമയത്ത് എന്ത് കിട്ടും, 1 2 3 3 പൊസിഷൻ കഴിഞ്ഞിട്ട് അവിടെ പോയിന്റ് ഇടാണ്. അപ്പോൾ അതെന്ത് പറ്റും, 6.4 എന്ന് വരും. ഈ 10⁻³ മുകളിലേക്ക് പോകുമ്പോൾ × 10⁻³ വരും, -3. അപ്പോൾ 6.4 × 10⁻³ വാട്ട്, അതാണ് 6.4 മില്ലി വാട്ട് എന്ന് വരുന്നത്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ കേട്ടോ. ഇത് നൺ ഓഫ് ദ മെൻഷൻഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് അതൊന്നുകൂടെ ഞാൻ പറഞ്ഞത്. നിങ്ങൾക്ക് അല്ലാതെ ഇരുന്ന് കഴിഞ്ഞാൽ അത് 6.64 ഡിവൈഡ് ബൈ 100 0.64 അല്ലേ വരിക എന്നുള്ളൊരു കൺഫ്യൂഷൻ വരും. പക്ഷേ യൂണിറ്റ് ശ്രദ്ധിക്കണം. ഇവിടെ 0.64 വാട്ടും തന്നിട്ടുണ്ടെങ്കിൽ അത് എഴുതായിരുന്നു. പക്ഷേ ഇവിടെ 6.4 മില്ലി വാട്ട് തന്നിട്ടുണ്ട്. പിന്നെ എക്സ്ട്രാ അവിടെ നണ്ണെന്നും കൂടെ തന്നതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് നണ്ണിലേക്ക് പോകാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ തന്നിരിക്കുന്ന യൂണിറ്റ് കൂടെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് ആൻസർ ഒന്ന് ചെയ്യാൻ ശ്രദ്ധിക്കാം. 13th question. What is the total capacitance when 3 capacitors C1, C2, C3 are connected in parallel? നമ്മളുടെ കപ്പാസിറ്റേഴ്സ് നമുക്കറിയാം, റെസിസ്റ്റൻസ് നമുക്ക് സീരീസ് ആയിട്ടും പാരലായിട്ടും കണക്ട് ചെയ്യാം, ഇൻഡക്ടർ സീരീസ് ആയിട്ടും പാരലായിട്ടും കണക്ട് ചെയ്യാം. അങ്ങനെ ഒത്തിരി കപ്പാസിറ്റേഴ്സിനെ നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, സീരീസ് ആയിട്ടും പാരലായിട്ടും കണക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ C1, C2, C3 എന്ന് പറയുന്ന 3 കപ്പാസിറ്റേഴ്സ് ഉണ്ട്. ഇതിനെ നമ്മൾ പാരലായിട്ട് കണക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെയുള്ള ടോട്ടൽ കപ്പാസിറ്റൻസ് എങ്ങനെയാണ് കണ്ടുപിടിക്കാൻ ചോദിക്കണം. വിച്ച് ഈസ് ഈക്വൽ ടു, സീരീസ് ആണെന്നുണ്ടെങ്കിൽ എന്താണ്, പാരൽ ആണെന്നുണ്ടെങ്കിൽ എന്താണ്, C1 + C2 + C3 എന്നാണ് നമ്മൾ അതിന്റെ ടോട്ടൽ സം എഴുതാം. അതായത് കപ്പാസിറ്റേഴ്സ് പാരലായിട്ട് കണക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ടോട്ടൽ കപ്പാസിറ്റൻസ് എന്ന് പറയുന്നത് ഈക്വൽ ടു എന്താണ്, സം ഓഫ് ദ കപ്പാസിറ്റൻസ് ഓഫ് ഈച്ച് കപ്പാസിറ്റേഴ്സ് ആണ്. അതായത് C total is equal to C1 + C2 + C3 ആണ്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. 14th question. The capacitors are connected in parallel. കപ്പാസിറ്റേഴ്സ് പാരലായിട്ട് കണക്ട് ചെയ്യണേ. അപ്പോൾ ടോട്ടൽ കപ്പാസിറ്റൻസ് എന്ന് പറയുന്നത് ആ ഓരോ ഇൻഡിവിജ്വൽ കപ്പാസിറ്റൻസ് വാല്യൂവിനേക്കാളും അത് കൂടോ കുറയോ അതോ ഈക്വൽ ആയിരിക്കും എന്നാണ് ചോദ്യം. പാരലായിട്ട് നമ്മൾ കണക്ട് ചെയ്യുന്ന സമയത്ത് എല്ലാം കൂടെ കൂട്ടല്ലേ ചെയ്യുന്നത്. എല്ലാം കൂടെ കൂട്ടുന്ന സമയത്ത് ടോട്ടൽ കപ്പാസിറ്റൻസ് വാല്യൂ എന്ന് പറയുന്നത് ഓരോന്നിന്റെ വാല്യൂ കൂട്ടി വരിക. അപ്പോൾ വലിയ വാല്യൂ ആവും അല്ലേ. അതായത് ഒരു കപ്പാസിറ്റർ 1, ഒരു കപ്പാസിറ്റർ 2, ഒരു കപ്പാസിറ്റർ 3 ആണെങ്കിൽ ഇത് പാരലായിട്ട് നമ്മൾ കണക്ട് ചെയ്യുക പറയുമ്പോൾ എല്ലാം കൂടെ കൂട്ടുക
അല്ലെ? അതെന്താ 3 2 5 1 6 6ആണ്. അപ്പൊ ഇത് ഓരോ വാല്യൂ ഒന്നിനേക്കാളും വലുതാണ് 6, രണ്ടിനേക്കാളും വലുതാണ് 6, മൂന്നിനേക്കാളും വലുതാണ് 6 അല്ലെ? അപ്പൊ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഓരോ കപ്പാസിറ്റൻസിനേക്കാളും വാല്യൂ എന്തായിരിക്കും? അവിടെ കൂടുതലായിരിക്കും ടോട്ടൽ കപ്പാസിറ്റൻസിലാണ്. അപ്പൊ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. 3 capacitors having a capacitance equals ഒരു 3 കപ്പാസിറ്റർ ഉണ്ട് 2 4 6 ഫാരഡ് അതിനെ പാരലൽ ആയിട്ട് കണക്ട് ചെയ്യുന്നു. അതിനെ കാൽക്കുലേറ്റ് എഫക്റ്റീവ് പാരലൽ കപ്പാസിറ്റൻസിന്റെ ടോട്ടൽ വാല്യൂ ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. നമുക്കറിയാലോ കപ്പാസിറ്റേഴ്സ് പാരലായിട്ട് കണക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതെല്ലാം കൂടെ കൂട്ടിയാലാണ് അതിന്റെ എഫക്റ്റീവ് കപ്പാസിറ്റൻസ് നമുക്ക് കിട്ടുക. അപ്പോൾ 2 + 4 + 6 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? 12 ഫാരഡ് ആണ് നമ്മുടെ ആൻസർ. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ടോട്ടൽ കപ്പാസിറ്റൻസ് വെൻ 2 capacitors ആർ കണക്റ്റഡ് ഇൻ സീരീസ്? നമ്മളിപ്പോൾ പാരലായിട്ട് കണക്ട് ചെയ്യുന്നത് എങ്ങനെയാ പറഞ്ഞു അല്ലെ? എല്ലാം കൂടെ കൂട്ടാണ് ചെയ്യുക. പക്ഷെ പാരലൽ ആയിട്ടാണ് സീരീസ് ആയിട്ടാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക? അതിനെ നമ്മൾ 1/C1 + 1/C2 = 1/C എന്നാണ് നമ്മൾ പറയുക. അപ്പോൾ എഫക്റ്റീവ് കപ്പാസിറ്റൻസ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെയാണ് ചെയ്യുക. പക്ഷെ ഇവിടെ നമുക്ക് അങ്ങനെ ഒരു ഓപ്ഷൻ തന്നിട്ടുണ്ട്. പക്ഷെ ശ്രദ്ധിക്കണം, എഫക്റ്റീവ് കപ്പാസിറ്റൻസ് എന്ന് പറയുന്നത് CT ആണ്. ഓക്കെ, ഇത് എഫക്റ്റീവ് ഇത് 1/, റെസിപ്രോക്കലിന്റെ വാല്യൂ ആണ് ഈ തന്നിരിക്കുന്നത്. നമുക്ക് എഫക്റ്റീവ് കപ്പാസിറ്റൻസ് ആണ് കണ്ടത്. അപ്പൊ CT എന്ന് കിട്ടണമെന്നുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് നമ്മൾ LCM കണ്ടുപിടിച്ചേ പറ്റുള്ളൂ. അപ്പൊ എന്ത് വരും? ഇതിനെ നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് CT കിട്ടണമെന്നുണ്ടെങ്കിൽ ഇതിന്റെ വാല്യൂ എന്ത് വരും? C2 + C1 / C1 × C2 ആണ് എന്ത് വരിക? 1/CT വരിക. അങ്ങനെയെങ്കിൽ CT എന്ന് പറയുന്നത് ഈ തന്നിരിക്കുന്നതിന്റെ റെസിപ്രോക്കൽ അല്ലേ? അതായത് C1 × C2 / C1 + C2 ആണ് അതിന്റെ ടോട്ടൽ കപ്പാസിറ്റൻസ് വരിക. അതായത് ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. C1 C2 / C1 + C2 ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, n capacitors having capacitance C are connected in series. n കപ്പാസിറ്റേഴ്സിന്റെ എത്ര എണ്ണം എന്ന് പറയുന്നില്ല, എത്രയോ കപ്പാസിറ്റൻസ് ഉണ്ട്. അതിന് ഓരോന്നിന്റെയും കപ്പാസിറ്റൻസ് സി എല്ലാം സെയിം വാല്യൂ, അതായത് 1 ഫാരഡ് 1 ഫാരഡ് 1 അല്ലെങ്കിൽ 1 മൈക്രോഫാരഡ് 1 മൈക്രോഫാരഡ് 1 മൈക്രോഫാരഡ് എല്ലാത്തിനും സെയിം വാല്യൂ ആണ്. ഇതാണ് സീരീസ് ആയിട്ട് നമ്മൾ കണക്ട് ചെയ്യുന്നത്. അങ്ങനെയെങ്കിൽ അതിന്റെ ടോട്ടൽ ഇക്വാലന്റ് കപ്പാസിറ്റൻസ് എന്ന് പറയുന്നത് എങ്ങനെയാണെന്ന് ചോദിക്കണം. അപ്പോൾ 1/C ടോട്ടൽ എന്ന് പറയുന്നത് 1/C + 1/C + 1/C + up to n ടൈംസ് ആണെന്നുള്ളത് നമുക്കറിയാം അല്ലെ? സെയിം വാല്യൂ ആണ്. അപ്പോൾ 1/C ടോട്ടൽ എന്ന് പറയുന്നത് n/C ആണ്. നമുക്ക് കണ്ടുപിടിക്കുന്നത് റെസിപ്രോക്കൽ ഓഫ് കപ്പാസിറ്റർ അല്ലല്ലോ, ഇക്വാലന്റ് കപ്പാസിറ്റൻസ് അല്ലല്ലോ. C ടോട്ടൽ അല്ലേ കണ്ടുപിടിക്കേണ്ടത്, which is equal to C/n ആണ്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ കേട്ടോ. n/C അല്ല, n/C എന്ന് പറയുന്നത് ഇക്വാലന്റ് കപ്പാസിറ്ററിന്റെ റെസിപ്രോക്കൽ ആണ്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഇക്വാലന്റ് കപ്പാസിറ്ററിന്റെ വാല്യൂ അല്ലേ? ഇക്വാലന്റ് കപ്പാസിറ്റർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ് വരിക. ഓപ്ഷൻ എ C/n ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ വരിക. അതിപ്പോൾ ഒരു 10 കപ്പാസിറ്റേഴ്സ്, എല്ലാത്തിനും കപ്പാസിറ്റർ വാല്യൂ 10 ഫാരഡ് ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിന്റെ വാല്യൂ കണ്ടുപിടിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ 10/4 ആണ് ചെയ്യുക. C/n ആണ് നമ്മൾ ചെയ്യുക. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. തെറ്റാണ്, ഡി അല്ല, ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, ഇത് കപ്പാസിറ്റേഴ്സ് ആർ കണക്റ്റഡ് ഇൻ സീരീസ്. കപ്പാസിറ്റേഴ്സ് നമ്മൾ സീരീസ് ആയിട്ട് കണക്ട് ചെയ്യണം. അപ്പോൾ ഇക്വലന്റ് കപ്പാസിറ്റർ എന്ന് പറയുന്നത് സീരീസ് ആയിട്ട് നമ്മൾ കപ്പാസിറ്റർ കണക്ട് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ ഇക്വലന്റ് കപ്പാസിറ്റൻസ് എന്ന് പറയുന്നത് ഓരോ കപ്പാസിറ്റൻസ് വാല്യൂവിനേക്കാളും കൂടോ കുറയോ. സീരീസ് ആയിട്ടാണെന്നുണ്ടെങ്കിൽ ഇത് ഇങ്ങനെയല്ലേ വാല്യൂ വരാം. അപ്പോൾ 1/, വരുന്ന സമയത്ത് ശരിക്കും പറഞ്ഞാൽ ചെറിയ വാല്യൂ ആണ് വരാം. ഓക്കെ, റെസിപ്രോക്കൽ ഒക്കെ എടുക്കുമ്പോൾ ചെറിയ വാല്യൂ അല്ലേ വരാം. അപ്പോൾ ലെസ് ഈച്ച് ഇൻഡിവിജ്വൽ കപ്പാസിറ്റൻസ് ആണ്. തിരിച്ച് പാരലൽ ആണെന്നുണ്ടെങ്കിൽ എന്താണ് വരിക? പാരലൽ ആണെന്നുണ്ടെങ്കിൽ മാക്സിമം വരും, മറ്റേതാണെന്നുണ്ടെങ്കിൽ അതായത് ഗ്രേറ്റർ ദാൻ വരും, സീരീസ് ആണെന്നുണ്ടെങ്കിൽ ലെസ് ദാൻ ആണ് വരിക. അപ്പോൾ സിൻസ് വി ടേക്ക് ദ റെസിപ്രോക്കൽ ഓഫ് ദ സം ഓഫ് ദ റെസിപ്രോക്കൽസ്, ഇക്വാലന്റ് കപ്പാസിറ്റൻസിന്റെ വാല്യൂ എന്തായാലും ഇൻഡിവിജ്വൽ കപ്പാസിറ്റൻസ് വാല്യൂവിനേക്കാൾ അവിടെ ലെസ് ആയിരിക്കും. ഒരു എക്സാമ്പിൾ ആയിട്ട് ചെയ്താലും നിങ്ങൾക്കത് ചെറിയ വാല്യൂ ആണ് കിട്ടുക. when the capacitors are connected in series, capacitors നമ്മൾ സീരീസ് ആയിട്ട് കണക്ട് ചെയ്യണം. അപ്പോൾ അവിടെ എന്താണ് സെയിം ആയിരിക്കുക? അവിടെ സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുമ്പോൾ അവിടെ ആരാണ് സെയിം ആയിരിക്കുക? വോൾട്ടേജ് അക്രോസ് ഈച്ച് കപ്പാസിറ്റർ സെയിം ആയിരിക്കുമോ, അതോ ചാർജ് സെയിം ആയിരിക്കുമോ, അതോ കപ്പാസിറ്റൻസ് സെയിം ആയിരിക്കുമോ, റെസിസ്റ്റൻസ് സെയിം ആയിരിക്കും? ഓപ്ഷൻ ബി, അതിൽ കൂടിയുള്ള കറണ്ട് സെയിം ആയിരിക്കുന്നത് നമ്മൾ പറയാം. കപ്പാസിറ്ററിന്റെ നമുക്ക് ചാർജ് അവിടെ സെയിം ആയിരിക്കും. കറണ്ട് സെയിം ആകുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ എന്താണ്? ചാർജ് സെയിം ആയിരിക്കും. when the capacitors സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുന്ന സമയത്ത് അതിൽ കൂടിയുള്ള ചാർജ് സെയിം ആയിരിക്കും. കാരണം സെയിം amount of current ആണ് ആ ഓരോ കപ്പാസിറ്ററിൽ കൂടിയും കടന്നു പോകുന്നത്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, the 4 10 farad capacitor are connected in series. അങ്ങനെയെങ്കിൽ കാൽക്കുലേറ്റ് ഇക്വാലന്റ് റെസിസ്റ്റൻസ്. നമ്മൾ തൊട്ടുമുമ്പ് പറഞ്ഞ ആ ഇക്വേഷൻ
ആ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. 4 ആണ്, 10 ഫാരഡ് കപ്പാസിറ്റർ ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ C/N ആണ് നമ്മൾ ചെയ്യേണ്ടത്. C എന്ന് പറയുമ്പോൾ എന്താ, 10 ആണ് തന്നിരിക്കുന്നത്, N എന്ന് പറയുന്നത് 4. അപ്പോൾ 10/4 ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും, 2.5 ഫാരഡ് കിട്ടും. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. 21 2 റെസിസ്റ്റേഴ്സ് ആർ കണക്റ്റഡ് ഇൻ പാരലൽ. 2 റെസിസ്റ്റർ നമ്മൾ പാരലൽ ആയിട്ട് ഇങ്ങനെ കണക്ട് ചെയ്തിരിക്കുകയാണ്. ഇതിന്റെ റെസിസ്റ്റൻസ് വാല്യൂ എന്ന് പറയുന്നത് അതിന്റെ റേഷ്യോ 3:1 ആണ്. അപ്പോൾ ഒന്ന് 3 ഓം ആണെങ്കിൽ മറ്റേത് എന്തായിരിക്കും, 1 ഓം ആയിരിക്കും. അങ്ങനെയെങ്കിൽ റേഷ്യോ ഓഫ് പവർ ഡിസിപ്പേറ്റഡ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടതായിട്ടുള്ളത്. നമുക്കറിയാം പവർ എന്ന് പറയുന്നത് വിച്ച് ഈസ് ഈക്വൽ ടു വോൾട്ടേജ് ബൈ റെസിസ്റ്റൻസ് അല്ലേ. പവർ എന്ന് പറയുന്നത് വിച്ച് ഈസ് ഈക്വൽ ടു V²/R ആണ്. അപ്പോൾ ഇവിടെ റെസിസ്റ്റേഴ്സ് പാരലായിട്ട് കണക്ട് ചെയ്യുന്ന സമയത്ത് വോൾട്ടേജ് എന്തായിരിക്കും, സെയിം ആയിരിക്കും. ഇവിടെ കറണ്ട് സ്പ്ലിറ്റ് ആവും, ഇവിടെ വോൾട്ടേജ് രണ്ട് ഭാഗത്തും സെയിം ആയിരിക്കും. അപ്പോൾ ഇത് സെയിം ആണ്. അപ്പോൾ P എന്ന് പറയുന്നത് എന്തിനോടൊപ്പം ഈക്വലായി, ആ 1/R ഈക്വലായി. അപ്പോൾ P1/P2 എന്ന് പറയുന്നത് എന്തായിട്ട് മാറും, R2/R1 ആയിട്ട് മാറും. ഓക്കെ, R2/R1 ആയിട്ട് മാറും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, 1/3 കിട്ടും. അപ്പോൾ പവർ ഡിസിപ്പേഷൻ എന്ന് പറയുന്നത് എന്താണ് കിട്ടുക, 1:3 ആണ് കിട്ടുക. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. അതിൻ്റെ ഓപ്പോസിറ്റ് റെസിപ്രോക്കൽ ആയിട്ടായിരിക്കും നമുക്ക് വാല്യൂ കിട്ടുക. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. ഇനി സീരീസ് കണക്ഷൻ ഓഫ് റെസിസ്റ്റർ. റെസിസ്റ്ററിൽ സീരീസ് കണക്ഷൻ ആണ്. വാട്ട് ഹാപ്പൻസ് ടു ദ കറണ്ട് അക്രോസ് ഈച്ച് റെസിസ്റ്റർ. നമ്മൾ പറഞ്ഞല്ലോ, ഒരു റെസിസ്റ്ററിൽ സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൽ കൂടെയുള്ള കറണ്ട് ഓൾമോസ്റ്റ് എപ്പോഴും എന്തായിരിക്കും, റിമെയിൻസ് സെയിം ആയിരിക്കും. പക്ഷെ അവിടെയുള്ള വോൾട്ടേജ് എന്തായിരിക്കും, ഓരോ റെസിസ്റ്റൻസിന് അക്രോസും അത് ഡിഫറെൻ്റ് ആയിരിക്കും. 3 ഇൻഡക്ടേഴ്സ് ഹാവിംഗ് ഇൻഡക്ടൻസ് വാല്യൂ. ഇനി ഇൻഡക്ടറിന്റെ കേസ് എടുക്കുമ്പോൾ ഇൻഡക്ടറിൽ 3 ഇൻഡക്ടൻസ് വാല്യൂസ് ഉണ്ട്. 3 ഹെൻറി, 4 ഹെൻറി, 5 ഹെൻറി. ഇത് സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്തത്. അതിന്റെ ഇക്വലന്റ് ഇൻഡക്ടൻസ് കണ്ടുപിടിക്കേണ്ടത്. ഇക്വലന്റ് ഇൻഡക്ടൻസ് നമ്മൾ ഇക്വലന്റ് റെസിസ്റ്റൻസിന്റെ അതേപോലെ തന്നെയാണ് വരിക കേട്ടോ. അതായത് സീരീസ് ആണെന്നുണ്ടെങ്കിൽ ഇക്വലന്റ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കുകയാണെന്നുണ്ടെങ്കിൽ സീരീസിൽ റെസിസ്റ്റർ എന്ത് ചെയ്യും, എല്ലാം കൂടെ ആഡ് ചെയ്യും. അതുപോലെ ഇൻഡക്ടൻസിൽ എല്ലാം കൂടെ ആഡ് ചെയ്ത് ചെയ്യാം. അപ്പോൾ L1 + L2 + L3 ആണ് ചെയ്യാം. അപ്പോൾ 3 + 4 + 5 ഓപ്ഷൻ ബി 12 ഹെൻറി ആണ് വരിക. ഇൻഡക്ടറും സീരീസും ഒരുപോലെയാണ്. എങ്ങനെയാണോ സീരീസിൽ ഇക്വലന്റ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കുക, അതുപോലെ തന്നെ സീരീസ് ഇൻഡക്ടൻസും കണ്ടുപിടിക്കാം. അതുപോലെ തന്നെ എങ്ങനെയാണ് പാരലായിട്ട് റെസിസ്റ്റൻസിൽ ഇക്വലന്റ് ആയിട്ട് കണ്ടുപിടിക്കുന്നത്, അതുപോലെ തന്നെയാണ് ഇൻഡക്ടറിൽ പാരലായിട്ട് കണക്ട് ചെയ്യണമെങ്കിലും കണ്ടുപിടിക്കുക കേട്ടോ. കപ്പാസിറ്റർ മാത്രമേ തലയിരുന്നിട്ടുള്ളൂ. 24th question. When inductance are connected in series. Inductance എല്ലാം നമ്മൾ സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുകയാണെങ്കിൽ ഇക്വലന്റ് റെസിസ്റ്റൻസ് എങ്ങനെയായിരിക്കും, നമ്മൾ പറഞ്ഞു സീരീസ് ആണെന്നുണ്ടെങ്കിൽ റെസിസ്റ്റൻസ് പോലെയാണ്. അവിടെ ലാർജസ്റ്റ് ഇൻഡിവിജ്വൽ ഇൻഡക്ടൻസിനേക്കാൾ അവിടെ വാല്യൂ എന്തായിരിക്കും, ഗ്രേറ്റർ ആയിരിക്കും. നമ്മൾ പറഞ്ഞില്ല, ഇപ്പോൾ 1 2 3 എന്നാണെന്നുണ്ടെങ്കിൽ ടോട്ടൽ ഇൻഡക്ടൻസ് എത്രയാണ്, 3 2 5 6 ഹെൻറിയാണ് അവിടെ ഇൻഡക്ടൻസ്. അപ്പോൾ ഇവിടെ നോക്കൂ, ടോട്ടൽ സീരീസ് ആയിട്ടുള്ള സമയത്ത് ഇക്വലന്റ് റെസിസ്റ്റൻസിന്റെ മാക്സിമം, അതായത് എല്ലാം കൂടെ ആഡ് ചെയ്തിട്ടുള്ള ഇക്വലന്റ് റെസിസ്റ്റൻസ് 6 ആണ്. തന്നിരിക്കുന്ന ഏറ്റവും വലുത് 3 ആണ്. അപ്പോൾ 3നേക്കാളും വലുതാണ് 6. അപ്പോൾ ലാർജസ്റ്റ് ആയിട്ട് ഇൻഡിവിജ്വൽ റെസിസ്റ്റൻസ് 3നേക്കാളും വലുതായിരിക്കും ഇക്വലന്റ് റെസിസ്റ്റൻസ് വരാം. അതുകൊണ്ടാണ് ഓപ്ഷൻ എ വന്നത്. ഈ ഒരു സർക്യൂട്ട്, ഇനി ഡാഷ് സർക്യൂട്ടിൽ ടോട്ടൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് സ്മോളർ ദാൻ സ്മോളസ്റ്റ് റെസിസ്റ്റൻസ്. ഏത് സർക്യൂട്ടിലാണ്, ഇപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ സ്മോളർ ദാൻ സ്മോളസ്റ്റ് റെസിസ്റ്റൻസിന് ഇപ്പോൾ 1 2 3 എന്ന് പറഞ്ഞു വരികയാണെന്നുണ്ടെങ്കിൽ ഇതിനേക്കാളും ചെറിയ വാല്യൂ വരണമെങ്കിൽ അത് ഏത് രീതിയിൽ കണക്ട് ചെയ്താലേ വരുള്ളൂ. ഏറ്റവും ചെറിയ വാല്യൂ, മിനിമം വാല്യൂ വരുന്നത് എപ്പോഴാണ്, അത് പാരലായിട്ട് കണക്ട് ചെയ്യുമ്പോഴാണ്. അല്ലെ, സീരീസ് കണക്ട് ചെയ്യുമ്പോൾ എപ്പോഴും കൂടുതലാണ് റെസിസ്റ്ററിൽ വരിക, പാരലായിട്ട് കണക്ട് ചെയ്യുമ്പോൾ എപ്പോഴും കുറവാണ് വരിക. അപ്പോൾ ചെറുതിനേക്കാളും ചെറുതായിട്ട് വരുന്നത് ഏതില്ല, പാരലൽ റെസിസ്റ്റൻസിലാണ് വരിക. അപ്പോൾ ഒരു പാരലൽ സർക്യൂട്ടിലെ ഇക്വലന്റ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 1/sum ഓഫ് റെസിപ്രോക്കൽസ് ഓഫ് ഓൾ റെസിസ്റ്റൻസ് ആണ്. അതുകൊണ്ട് തന്നെ സ്മോളർ ദാൻ ദ സ്മോളസ്റ്റ് റെസിസ്റ്റൻസ് ആണ് അവിടെ വരിക. ഓക്കെ, അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.